കണ്ടില്ലല്ലോ. ആട്ടെ, പരിശോധിച്ച വൈദ്യൻ എന്നാണ് റിസൾട്ട് പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്ന മറുപടി, എന്നെ പരിശോധിച്ചിട്ട് വൈദ്യൻ എന്നോട് പറഞ്ഞു, ഇന്നി ഫആലുന ലിമാ ഉരീദ്, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ, എന്താണോ എനിക്ക് തോന്നുന്നത് അതുപോലെ നിന്നോട് ഞാൻ പെരുമാറുമെന്ന് ആ സന്ദർശകൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല വെള്ള തുണിയുമായി വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അവസാനത്തെ വിശുദ്ധവാക്യം പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിട പറയാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനല്ല, അവസാനം വിട പറയുന്ന നേരം നല്ലവനായി വിട പറയാ എന്റെ പുതിയ ന്യൂ ജനറേഷൻ തലമുറയോട് ഞങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, പിന്നെയോ അവസാനം വിട പറയുന്ന പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിച്ചു മരിച്ചു പോയ ഒരു യഥാർത്ഥ ചെറുപ്പക്കാരനെ പോലെ, ഉമറിനെ പോലെ, ഖാലിദിനെ പോലെ, സൈദിനെ പോലെ, മഹാനായ ഹംസത്തുൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസാനം വിട പറയുന്ന നേരം എന്റെ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ചതാ, എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതാ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ പടച്ചറപ്പിന്റെ തൃപ്തിക്ക് ജീവിച്ചതാ. അവസാനം വിട പറയുന്ന നേരത്ത് നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന്റെ ഛായാചിത്രം അവനവന്റെ കൺമുമ്പുകളിൽ തെളിഞ്ഞു കണ്ട് സുന്ദരമായി വിട പറയാ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോയാ, ന്യൂ ജനറേഷന് കഴിയാതെ പോയാ. നമ്മുടെ ലോകമെന്ന് പേരിട്ട് കൊടുത്തൊരു പേരാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ. ആരാണ് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിൽ ഉപോൽപ്പന്നമ്പോൾ കെൻഡക്കിയും KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച, രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കുന്ന, വൈകുന്നേരം ആരാണ്ട് മടിക്കുറ്റിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തുള്ള 140 രാട്ടത്തിലേറൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും കൈവെള്ളയിൽ നിൽക്കുന്ന www.com-ലൂടെ ലോകത്തുള്ള പെണ്ണിന്റെ അനാവശ്യം മുഴുവനും ആസ്വദിക്കുന്ന, പാതിരാത്രി പകലാക്കി മാറ്റുന്ന, അവസാനം ആസ്വദിച്ച് തളർന്നു കഴിയുമ്പോ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലതേത്ത് വെച്ച് മയങ്ങുന്ന, വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഇതേവരെ വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് കേൾക്കാതെ മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മാറണ്ട മോനെ, നിനക്ക് പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന, എല്ലാ പെണ്ണിനോടുള്ള അഭിനിവേശം എന്ന് കരുതുന്ന, ജീവിതം മുഴുവനും ഒരു മൊബൈൽ ഫോണുമായി പെണ്ണിന്റെ പുറകെ മാൻപേടയുടെ പുറകെ സിംഹക്കുട്ടി നടക്കുന്നത് പോലെ നടന്നു പോകുന്ന പുതിയ തലമുറയോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, പൊന്നുമോനെ, നന്നായിട്ട് മരിക്കണ്ട മോനെ, നന്നായിട്ട് വിട പറയേണ്ട കുട്ടിയെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണേണ്ട മോനെ, ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ കഴിയണ്ടേ. അങ്ങനെ ബോധത്തിൽ ജീവിച്ചപ്പോഴാണ് മഹാനായ ഖാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷക്കാലം തന്റെ ഉസ്താദായ സക്കീഖുൽ ബൽഖിയുടെ വീട്ടിൽ പഠിക്കാൻ പോയി. 30 വർഷക്കാലം തന്റെ ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് ആ 30 വർഷക്കാലം നിനക്ക് വെള്ളമൊഴിച്ചതെന്നത് ആണാണോ പെണ്ണാണോ എന്ന് മഹാനവറുകൾക്ക് അറിയുമായിരുന്നില്ല. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോ ഹറാമാണെന്ന് കരുതിയിട്ട് പെൺമക്കളുടെ മുഖത്ത് നോക്കാതെ കണ്ണ് താഴോട്ട് ചൊരിച്ചിരുന്ന, 30 വർഷമായി ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് പോയിട്ട് വെള്ളമൊടിച്ച് തന്നനാണാണോ പെണ്ണാണോ എന്നറിയാതിരുന്ന ഒരു മനുഷ്യജന്മം ഈ ലോകത്തൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം സക്കീഖുൽ ബൽഖി റളിയല്ലാഹു തആല വീട്ടിൽ പോകുമ്പോ ഖാത്തമുൽ അസ്മർ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുകയാ. വാതിലിൽ പോയി മുട്ടി. ഉസ്താദ് പറഞ്ഞു, പെൺമക്കളോട് ആരാണ് വാതിലെന്ന് നോക്കുക. വാതിലിൽ
നോക്കുമ്പോ മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല കണ്ണിങ്ങനെ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. പെൺമക്കളോട് ചെന്ന് വാപ്പായോട് പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. ആരാണ് മക്കളെ വാതിൽപ്പടിയിൽ വന്നത്? ഉപ്പാ സാഹിബുക്കൽ അമാ സാഹിബുക്കൽ അമാ. ഇത് പറഞ്ഞ എന്റെ പുതിയ തലമുറക്കും മനസ്സിലൊന്ന് വിശ്വസിക്കാൻ കഴിയില്ല. വാപ്പാ നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരനാണ് ഉപ്പ. അന്ധനായ കൂട്ടുകാരൻ എനിക്കില്ലല്ലോ. ചെന്ന് നോക്കുമ്പോ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു മക്കളെ ആ ചെറുപ്പക്കാരൻ അന്ധനല്ല. 30 വർഷക്കാലം നിങ്ങളുടെ വീട്ടില് നിത്യസന്ദർശകനായി വരുമ്പോ തങ്ങളുടെ മുഖത്തേക്ക് കണ്ണുയർത്തിയൊന്ന് നോക്കാത്ത ചെറുപ്പക്കാരന് അന്ധനാണെന്ന് ആ പെൺകുട്ടികൾ വിചാരിച്ചു പോയിരുന്നു. 21ാം നൂറ്റാണ്ടിൽ ചിന്തിക്കാൻ കഴിയോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്? കടന്നു പോകുന്നവന്റെ വീട്ടിലെ പെണ്ണിനെ പോലെ കാമത്തിന്റെ മെത്തയിൽ കിടത്തുന്ന സീരിയലിന്റെ മോഹമായിട്ട് കഴിഞ്ഞ ഷാരി എന്ന നമ്പൂതിരി കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 90% പൊള്ളലേറ്റ് കൊണ്ടുപോകാ കാരണക്കാരിയായ അവളുടെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്നു. അവളുടെ അമ്മയുടെ ബന്ധുവായിരുന്നുവെങ്കിൽ സഹോദരങ്ങള് കാണുന്നവനെയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ലോകത്ത് 30 വർഷക്കാലം ഒരു വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാതെ ആ പെൺകുട്ടികൾ ഇത് അന്ധനാണെന്ന് ധരിച്ചു പോയിരുന്ന അതാ വീട്ടിൽ മാത്രമല്ല മഹാനഗര നാട്ടിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അരുതാത്ത കാഴ്ചകളൊന്നും കാണാതിരിക്കാൻ കണ്ണ് താഴേക്ക് നടത്തുമ്പോ അത് കാണുമ്പോ അങ്ങാടിയിലെ ആളുകൾ പറയുമായിരുന്നു അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമാ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അന്ധതയിൽ നിന്ന് കാവലിനെ തേടുന്നു അല്ലാ. ആ നടന്നു പോകുന്ന മനുഷ്യനോട് അന്ധനാണെന്ന് കരുതിയിട്ട് അങ്ങാടിയിൽ ചുറ്റുവട്ടത്ത് നിന്ന ആളുകൾ ഞങ്ങളെ ഇങ്ങനെ അന്ധനാക്കല്ലേ അല്ലാ എന്ന് കാവലിനെ തേടുന്ന രീതി അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതെന്റെ കണ്ണിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങള് എന്റെ ചെറുപ്പക്കാരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പാപമാ. ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം കറുക്കാൻ അധിക സമയം വേണ്ട. കണിയാപുരത്ത് നിന്ന് നേരെ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചാൽ മതിലുകൾ വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ കണ്ടാൽ മതി. ഹറാമിന്റെ പേക്കൂത്ത് നടത്തുമ്പോ മക്കളും ഭാര്യയുമായിട്ട് നടക്കാൻ കഴിയാത്ത സിനിമാ നടിമാരുടെ അടിപ്പാവാടയുടെ കളർ പോലും കാണിക്കുന്ന അർദ്ധനഗ്ന പോസ്റ്ററുകൾ വ്യാപകമാകുമ്പോ ഒരു കാര്യത്തിൽ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പെട്ടെന്ന് തുറന്നാൽ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ അശ്ലീലതയുടെ ആവർത്തന ഭാവങ്ങളെ കാണുമ്പോ ഒരു കാര്യത്തിൽ ഗൾഫ് രാഷ്ട്രത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. GCC എവിടെ പോയാലും ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബോർഡ് കാണും ലാ തനസ ദിക്റല്ലാ, അല്ലാഹുവിന്റെ ദിക്റിനെ മറക്കരുത്. കുറച്ചുകൂടെ പോകുമ്പോ ബോർഡ് കാണും ഖുൽ സുബ്ഹാനല്ലാഹ്, ഖുൽ അൽഹംദുലില്ലാഹ്, ഖുൽ അസ്തഗ്ഫിറുല്ലാഹ്. അത് കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ ഇസ്തിഗ്ഫാർ പറയുമല്ലോ. പക്ഷേ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അരക്കിന് പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആവാസത്തിന് അശ്ലീലതകൾ കാണുമ്പോ എന്റെ പൊന്നുമോനെ ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ, ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ. വകൈഫ തറാ ലൈലാ ബിഐനിൻ തറാ ബിഹാ സിവാഹാ ഫമാ തഖറത് ബിൽ മദാബിഇ. മജ്നു ലൈലായെ പ്രേമിച്ച് 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 ഞാൻ നിങ്ങളോടൊരു പ്രേമത്തിന്റെ കഥ പറയാ. ഇൻഷാ അല്ലാഹ് രസകരമായൊരു പ്രേമകഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതാകുമ്പോ പിന്നെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ലൈലാ മജ്നു ലൈലയെ ഓർത്തിട്ട് മജ്നൂൻ എന്ന കാമുകം പാടിയടാ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ എനിക്ക് ലൈലയെ ആ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണ് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ ഞാൻ എന്റെ ലൈലയെ വഞ്ചിച്ചല്ലോ. അവളല്ലാത്തൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ. എന്റെ ലൈലയല്ലാത്ത മറ്റൊരു പെണ്ണിനെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ എനിക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ കാണാൻ സാധ്യമല്ലെന്ന് പാടിയ മജ്നു ഈ ബൈത്ത് എഴുതിയിട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, എടാ
ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് ആ ഹറാമ് കണ്ട കണ്ണുകള് കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാറ് നാളെ നീ സ്വർഗത്തിൽ എങ്ങനെയാ നിന്റെ പടച്ചിറപ്പിന്റെ ലിക്കായിനെ കാണുക? ആ കണ്ണുകൊണ്ട് നിനക്ക് അല്ലാണ്ട് ലിക്കായിനെ കാണാൻ പറ്റുമോ? എന്റെ കുട്ടികളോട് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുകയാ, ഈ നെറ്റുകളും ഈ വൈസുകളും ഈ ബ്രൗസറുകളും ഒക്കെ എടുത്ത് ഓരോ അശ്ലീലങ്ങളെ കണ്ട് ആസ്വദിച്ച് സുഖിച്ച് രസിച്ചിട്ട് ആ കണ്ണുകൊണ്ടെങ്ങനെയാ മോനെ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഈ തെമ്മാടിത്തരത്തിൽ നിന്നൊരു തിരിച്ചു വേണോ? ഹൃദയ ഉറപ്പിക്കണേ. കണ്ണൊക്കെ തമൂത്തുകഥാ, നാളെ ഞാൻ മരിക്കുമെന്ന കാര്യം ഉറപ്പാക്കുക.